ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ടായി 22,500 എന്ന് ക്ലോസ് ചെയ്ത് നിഫ്റ്റി ഇന്ന് 22,545 ക്ലോസ് ചെയ്തു. ഇന്നലെയും ഇന്നും നിഫ്റ്റി ഗെയിനിലാണ് ക്ലോസ് ചെയ്തത്. വരുന്ന ദിവസങ്ങളിൽ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 207 പോയിൻറ്റ്സാണ് ഇന്ന് നിഫ്റ്റി ഉയർന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 138 പോയിൻറ്റ്സ് ഉയർന്ന് 48,628 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 180 പോയിൻറ്റ്സ് എറിഞ്ഞ് 49,348 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 201 പോയിൻറ്റ്സ് ഉയർന്ന് 15,400 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 13.72 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് ഇന്ന് 599 പോയിൻറ്റ്സ് ഉയർന്ന് 74,329 ക്ലോസ് ചെയ്തിരിക്കുന്നത്. DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 1,618 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII എന്നാൽ 2,377 കോടിയുടെ നെറ്റ് സെല്ലേഴ്സും ആയിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏഷ്യൻ പെയിൻറ്റ് 4.75% റാലി നടത്തി. കോൾ ഇന്ത്യ 3.77% റാലി നടത്തി. BPCL 3.56%, ഹിൻഡാൽകോ 3.51%, റിലയൻസ് 3.05%, NTPC 3.03%, സിപ്ല 2.87%, ടാറ്റ സ്റ്റീൽ 2.49%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 2.37% ആൻഡ് ബജാജ് ഫിൻസർ 2.26% റാലിയാണ് നടത്തിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടെക്കം 2.35% ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ട്രെൻഡ് 1.12% ഇടിഞ്ഞു. ബെൽ 0.88%, ബ്രിട്ടാനിയ 0.68%, കോട്ടക് ബാങ്ക് 0.67%, HDFC ലൈഫ് 0.66%, ടാറ്റ കൺസ്യൂമർ 0.30%, ടാറ്റ മോട്ടോഴ്സ് 0.30%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 0.24% ആൻഡ് ഗ്രാസിം 0.14% ഇടിവാണെന്ന് കണ്ടത്. ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ന്യൂസ് മാത്രമാണ്. നിഫ്റ്റി ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ ഏപ്രിൽ 22,604 നിഫ്റ്റി ഉണ്ടായിരുന്നത്. ഇന്ന് 22,544 വരുമ്പോൾ ഓൾമോസ്റ്റ് സെയിം റേഞ്ചിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ഈ വർഷത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 ജാനുവരിക്ക് 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 22,544 ക്ലോസ് ചെയ്തപ്പോൾ 5.05% ലോസാണ് ഇതുവരെ കാണിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വീക്കിലെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 22,119 മൺഡേയിൽ ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 22,082 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 22,337 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ അതായത് ഇന്ന് 22,544 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 2,207 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. 716 കമ്പനികൾ റെഡിലും ക്ലോസ് ചെയ്തു. എന്നാൽ ഇന്നലെ 436 കമ്പനികൾ മാത്രമേ റെഡിൽ ക്ലോസ് ചെയ്തിരുന്നുള്ളൂ. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി റിയാലിറ്റി ഒഴിച്ച് ബാക്കിയെല്ലാം ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 162 പോയിൻറ്റ്സ് ഉയർന്ന് 20,959 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 38,145 ക്ലോസ് ചെയ്തപ്പോൾ 73 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 5929 ക്ലോസ് ചെയ്തപ്പോൾ 38 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 23,163 ക്ലോസ് ചെയ്തപ്പോൾ 112 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ ഇന്ന് 296 പോയിൻറ്റ്സ് ഉയർന്ന് 2423 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 611 പോയിൻറ്റ്സ് ഉയർന്ന് 51,890 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ ഇന്ന് 8,888 ക്ലോസ് ചെയ്തു. 203 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി റിയാലിറ്റി 1 പോയിൻ്റ് ഇടിഞ്ഞ് 826 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ ഇന്ന് 14 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 1462 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 31,729 ക്ലോസ് ചെയ്തപ്പോൾ 630 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 7979 ക്ലോസ് ചെയ്തപ്പോൾ 115 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 161 പോയിൻറ്റ്സ് ഉയർന്ന് 13,103 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10,045 ക്ലോസ് ചെയ്തപ്പോൾ 253 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണെന്ന് ഉണ്ടായത്. 2% മേലിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി എനർജി ആൻഡ് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്. ക്രൂഡ് ഓയിലിൻ്റെ വിലയുടെ വ്യത്യാസങ്ങൾ വന്നപ്പോൾ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസും ഇന്ന് റാലി രേഖപ്പെടുത്തി. മറ്റുള്ള ഈവൻറ്റ്സ് നോക്കാം. നാളെ US ഫെഡ് മോണിറ്ററി പോളിസി റിപ്പോർട്ട് 7th മാർച്ച് നാളെ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. 7th മാർച്ച് നാളെയാണ് വരുന്നത്. ഇന്ത്യയുടെ USD ഫോറക്സ് റിസർവ് ഡേറ്റ
7th മാർച്ച് നാളെ വരുന്നു. ഇതാണ് മെയിനായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.